ഹലോ ഗേയ്സ്, എന്നാണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. അതെ, ഇന്ന് കൊല്ലം ആശ്രമ മൈതാനത്ത് നടക്കുന്ന ഒരു ഫെസ്റ്റ് കാണാനായിട്ട് പോയാലോ നമുക്ക്? ഈ കാണുന്ന പോലെ അത്രയും ബ്യൂട്ടിഫുള്ളാണ് അകത്ത് കയറി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് കേട്ടോ. ഒരുപാട് ഒത്തിരി നല്ല വ്യൂസ് ഉണ്ട് അതിനകത്ത് തന്നെ കാണാനായിട്ട്. കുട്ടികളെയൊക്കെ കൊണ്ട് ഈ വെക്കേഷൻ ടൈമിൽ, ഇപ്പോൾ ഞാൻ പോയതെന്ന് പറഞ്ഞാൽ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് പോയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുണ്ടായിരുന്നു. പക്ഷെ പോയതും കുഴപ്പമില്ലായിരുന്നു. അധികം തിരക്കില്ലെങ്കിലും നന്നായിട്ട് കയറി കാണാനായിട്ട് പറ്റി. പിന്നെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് കുറച്ചുകൂടെയൊക്കെ ആകാനുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ചുകൂടെയൊക്കെ ഷോപ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ആക്ടിവിറ്റീസൊക്കെ കുറേയൊക്കെ വരാനുണ്ടായിരുന്നു. ആ ടൈമിലാണ് പോയത്. പക്ഷേ ഇപ്പോൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ വാട്ടർഫോൾസിൻ്റെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അത്രത്തോളം കിടും കേട്ടോ. ഇത് ഈ കണ്ടില്ലേ, ഈ കാണുന്നത് പോലെ കുറച്ചൊക്കെ വരാനുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. ഇത് ഈ കണ്ടില്ലേ, ഈ വാട്ടർഫോൾസ് അടിപൊളിയാണ്. മ്യൂസിക്കും എല്ലാം കൂടി ഞാൻ ഇതിനകത്ത് മ്യൂസിക് കട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ അത്രയ്ക്കും കിടുവാണ് കേട്ടോ. ഇൻവിസിബിളായിട്ട് എന്താ പറയണ്ടേ, വാട്ടർഫോൾസാണ്. ഇൻവിസിബിൾ വാട്ടർഫോൾസാണ് ഇതിനകത്ത്. കാരണം നമുക്ക് കാലൊക്കെ ഇതിനകത്ത് അത്യാവശ്യമൊക്കെ നനയുന്നൊക്കെ ഉണ്ട് കേട്ടോ. കാലൊക്കെ നനയ്ക്കാനും എടുക്കാനൊക്കെ പറ്റും. പിന്നെ ഈ ഡ്രസ്സൊക്കെ പോകുന്നവർ കുട്ടികളെയും കൊണ്ടൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു ജോഡി ഡ്രസ്സൊക്കെ കൈ കരുതുന്നത്, ഡ്രസ്സിങ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ജോഡി ഡ്രസ്സൊക്കെ കൈ കരുതുന്നത് നല്ലതായിരിക്കും. അത്രത്തോളം അത്ര അടിപൊളിയായിട്ട് ഒരു നൈറ്റിലൊക്കെ ഒരു ഈവനിങ് ടൈമിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കണ്ടില്ല, ഞാൻ ഷൂ ഒക്കെ ഊരിയിട്ടിട്ട് ഞാനും മോളും കൂടി ഇങ്ങനെ അതിൻ്റെ അടുത്ത് കുറച്ച് നേരം കാലൊക്കെ നനയ്ക്കാനായിട്ട് ഇങ്ങനെ അത്രയും അടിപൊളിയാണ്. മ്യൂസിക്കും ഒക്കെ കൂടെ വന്നു കഴിയുമ്പോഴത്തേന് ഫോട്ടോസ് എടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. അത്രയും കിടും. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ. ഇതിനകത്ത് ഞാൻ അത്യാവശ്യം ഞാൻ കയറി കണ്ടതെന്നുണ്ട് കുറേയൊക്കെ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറേയൊക്കെ എന്താ പറയേണ്ടത്, ഞാൻ അതിനകത്ത് കണ്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോങ് ആകുന്നു വീഡിയോ, എത്രത്തോളം ലോങ് ആകുമെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങളെ കൂടി കാണിച്ച് തരണമെന്ന് എനിക്ക് തോന്നി. അത്രയും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സംഭവം കേട്ടോ. ഇപ്പോഴും കുറേ കൂടെ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ കുറേ കൂടി കാര്യങ്ങൾ അതിനകത്ത് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ കുളുക്കുന്നു കേട്ടോ. ഇനി നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതുകൊണ്ടായിരിക്കും. അല്ല, ഞാനിങ്ങനെ അത്രയും പൊതുവെ ഇത്രയും ഫാസ്റ്റായിട്ട് സംസാരിക്കാറില്ല. ഈ വീഡിയോ ഇങ്ങനെ പോകുന്നതനുസരിച്ചിട്ട് ഞാൻ അത്രയും ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം കുളിക്ക് പോകുന്നത്. എല്ലാം കണ്ടില്ലേ, അത്രയും കുറേയൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് വരാനുണ്ട്. എന്നാൽ എല്ലാവരും ഒന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും മക്കളെയൊക്കെ ആയിട്ടൊന്ന് പോയി കാണുന്നത് നന്നായിരിക്കും. അവർക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഈ കഴിഞ്ഞിട്ട് ഈ വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് കുറേയൊക്കെ കണ്ട ആക്ടിവിറ്റീസും കാര്യങ്ങൾ കുട്ടികളുമായിട്ടൊക്കെ പോകാൻ പറ്റിയത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ആ പോകുന്ന സമയത്ത് കുറച്ചൊക്കെ കാര്യങ്ങളെ വന്നിട്ടുള്ളായിരുന്നു. എങ്കിലും ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ പോയിട്ടില്ല. എങ്കിലും ഇപ്പം കുറേ കൂടി നന്നായിട്ട് കാണാനും തിരക്കുകൾ ഒഴിഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വർക്കിംഗ് ഡേയ്സിൽ പോകാനായിരിക്കണം ശ്രദ്ധിക്കുന്നത്. കാരണം നമ്മൾ ഹോളിഡേയ്സിൽ പോയി കഴിഞ്ഞാൽ അത്രത്തോളം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ അകത്ത് കയറി തന്നെ ഒരു സത്യം പറയാമല്ലോ, ഒരു മായാ ലോകം തന്നെ എന്ന് പറയും കേട്ടോ. ഇത് കണ്ടില്ലേ, കുറേ എന്താ പറയുക ബേർഡ്സും കാര്യങ്ങളും, പിന്നെ ഈ പറയുന്നതിൻ്റെ കൂട്ട് ഏറ്റവും പേടിപ്പിക്കുന്ന പാമ്പുകളൊക്കെ ഇല്ലേ, പാമ്പുകളും പിന്നെ കുഞ്ഞു എന്താ പറയുക ജീവികൾ, കുരങ്ങനാന്ന് തോന്നുന്നു, അണ്ണാനെന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ പേരറിയത്തില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കാണാൻ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അവർ എൻജോയ് ചെയ്യും. അത്ര അടിപൊളിയായിരിക്കും. ഈ ഒരു സെറ്റ് തന്നെ അത്രത്തോളം മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ ബേർഡ്സിൻ്റെ ഇതും എന്താ പറയേണ്ടത്, നല്ല എനിക്ക് പറഞ്ഞ് നിങ്ങളോട് എത്തിക്കാൻ എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നതിനേക്കാട്ടിലും ഉപരി ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരിക ചെയ്യുന്നത് കേട്ടോ. കാരണം അത്രയും പറഞ്ഞ് നിങ്ങളെ ഒരു ഇതിലാക്കുന്നതിനേക്കാളും നല്ല കാണുന്നതല്ലേ. ഇത് കണ്ടില്ലേ, കുഞ്ഞു കുരങ്ങനെ കണ്ടില്ലേ, നല്ല ഒട്ടും നമ്മളുടെ ഒരു ചെറിയൊരു കൈപ്പത്തിയുടെ അത്രയേ ഉള്ളൂ അതിൻ്റെ വലിപ്പം കേട്ടോ. ഭയങ്കര ഇത് കണ്ടില്ലേ, ഇത് അമ്മാമ്മ എടുത്ത് ഇങ്ങനെ കൈ കാണിക്കും. അവർ പ്രത്യേകം പറയുന്നുണ്ട് കൈയും കാര്യങ്ങളൊന്നും ഉള്ളിലോട്ട് ഇടരുതെന്നൊക്കെ. കാരണം കുഞ്ഞിതായിട്ടിരിക്കുന്നത്, അത് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ലല്ലോ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എടുക്കുന്നൊന്നും അറിയാൻ പറ്റത്തില്ല. പിന്നെ പാമ്പില്ലേ കേട്ടോ, അയ്യോ ഭയങ്കര കാണുമ്പോൾ പേടി. പിള്ളേർക്കൊക്കെ ചെറിയ രീതിയിൽ പേടികളും കാര്യങ്ങളും ഒക്കെ കാണും. കാരണം അത് കാണുമ്പോൾ അവർ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഇതൊക്കെ. പിന്നെ കുറേ ഫ്ലവറുണ്ട്, അത് ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് അതിനകത്ത്. പിന്നെ അവിടെ നിന്ന് വേണമെങ്കിൽ ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കാൻ ഇതിനേക്കാട്ടിലും എല്ലാം എനിക്ക് അടിപൊളിയായിട്ട് അല്ലെങ്കിൽ അത്രയും കിടുവായിട്ട് തോന്നിയ കാര്യങ്ങൾ അതിനകത്ത് എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കുട്ടികളൊക്കെ ആയിട്ട് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഇതൊക്കെയാണ്. കുറേ ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യലാണ് എല്ലാം കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്രത്തോളം കുറേ ബേർഡ്സിൻ്റെ ഇതും പിന്നെ ഈ പറയുന്നതിൻ്റെ കൂട്ട് എന്താ പറയണ്ടേ,
എന്താ പറയുന്നത്, കുറേയൊക്കെ ചെറിയ ചെറിയ ജീവികളും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ ഏറ്റവും ഇതിലായിട്ട് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ വാട്ടർ ഇതാണേ ഏറ്റവും എനിക്കത് കുറച്ചുകൂടെ ഇതില്ല. ഇതിനേക്കാളും മെർമെയ്ഡിൻ്റെ ഉണ്ട്, എനിക്കതും കൂടെ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മെർമെയ്ഡിൻ്റെ ഇതിലുണ്ട്. ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ആയിട്ട് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കുട്ടികൾക്കാണ്. കാരണം അത്രയും അവർ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഈ മെർമെയ്ഡിൻ്റെ കണ്ടില്ല, അത്രയും വിഷ്വൽസ് അത്രയും നല്ല, ഞാൻ കുറേയൊക്കെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരാനാണ്. അപ്പോൾ ആ മെർമെയ്ഡിൻ്റെ ആ ഒരു ഇത് ഇതിനകത്ത് കുറേയൊക്കെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മ്യൂസിക്കിനകത്ത് ഞാൻ ഇട്ടിട്ടില്ല, ഞാനത് ഫുള്ളായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് കാരണം ഞാൻ ഫുള്ള് കട്ട് ചെയ്തിട്ടേക്കാണ് കേട്ടോ. അത്രയും അടിപൊളിയല്ലേ കാണുന്നത്, പിള്ളേർക്കൊക്കെ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 190 200 റുപ്പീസിന് ഏറ്റവും വെർത്തബിൾ എന്നേ ഞാൻ പറയത്തുള്ളൂ. പോയി ഒരു തവണ നിങ്ങൾ പോയി കാണണം, കണ്ട് എല്ലാം ഇതൊന്ന് ശരിക്കും നിങ്ങൾ ഇതൊക്കെ എൻജോയ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്കത് എത്രത്തോളം പറയുന്നതിൻ്റെ ആ ഒരു ഇതിലായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നവരുണ്ട് കേട്ടോ ഇതിനകത്ത്. കാരണം നമ്മളിത് പെട്ടെന്ന് കണ്ട് അങ്ങ് ഇറങ്ങുമായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് ടൈം ഇതിനകത്ത് കൂടുതൽ സ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാട്ടർഫോൾസിൻ്റെ അവിടെയും പിന്നെ ഈ മെർമെയ്ഡിൻ്റെ അടുത്തുമാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. പിന്നെ കുറേയൊക്കെ എന്താ പറയേണ്ടത്, ഇങ്ങനെ ഈ മറ്റേ ഷിപ്പിൻ്റെ ഒക്കെ ഇതില്ലേ, അതൊക്കെ ഈ കാണുന്നത് ഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് എന്താ പറയേണ്ടത്, കുറേ ഇതൊക്കെ ഉണ്ട്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നമ്മളതിന് ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാനല്ല, ജസ്റ്റ് കണ്ട് അങ്ങ് ഇറങ്ങുമായിരുന്നു ചെയ്തത്. പിന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബട്ടർഫ്ലൈ ഒക്കെ ഇല്ലേ, ഇവിടെ നിന്ന് പിള്ളേർക്കൊക്കെ വേണ്ടി ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഈ ഒരു ഇതിൽ കൂടെ സ്റ്റാളിൽ കൂടെ കുറേ സ്റ്റോൾസൊക്കെ അതിനകത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ ഫർണിച്ചറിൻ്റെയും പിന്നെ ഈ എന്താ ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ, ഇതിന് കുറേയൊക്കെ ഷോപ്സുകളും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ എന്താ പറയേണ്ടത്, കുറേ നിങ്ങൾ കാണുന്നത്, ഞാൻ പറയുന്നതിനേക്കാളും ഉപരി നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. കുറേ എന്താ പറയണ്ടേ, എല്ലാ സാധനങ്ങളൊക്കെ നമുക്ക് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് പറയാൻ പറ്റും. മേടിക്കുന്നവരും ഉണ്ട്, മേടിക്കാത്തവരുണ്ട്. പിന്നെ എക്സിബിഷൻ പോലല്ല ഈ സംഭവങ്ങളെല്ലാം, കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നവർ വാങ്ങിക്കും, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കും. അപ്പം ഞാൻ പറഞ്ഞതിനേക്കാട്ടിലും നല്ലത് നിങ്ങളിത് കാണുന്നതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇതിൽ. ജസ്റ്റ് പിള്ളേരെയും കൊണ്ടൊക്കെ വരുന്ന ഒരു വീക്കെൻഡിലൊക്കെ പോയി ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണെങ്കിലും അത്രത്തോളം. പിന്നെ ഈ കാണുന്ന എന്താ പറയുക, കണ്ടില്ലേ സാധനങ്ങൾ, നിങ്ങളിതെല്ലാം കാണുന്നതായിരിക്കും. ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഇതൊക്കെ കാണുന്നത്. പല്ലിയുടെ ശല്യമാറ്റോ പാൻഡയുടെ ശല്യമാറ്റോ.
അപ്പോൾ നിങ്ങളിതെല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. കൂടുതലും ഞാൻ ഇതിനകത്ത് വീഡിയോസ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതിനേക്കാളും നിങ്ങളിത് കാണിച്ചു തരാൻ, നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു വിഷ്വൽസ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇതിനകത്ത് പ്രിഫർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു വോയിസ് ഓവർ അത്രയും ടൈം ഞാൻ കൊടുക്കാതിരുന്നത്. കാരണം കാണണം, നിങ്ങൾ കുട്ടികളും കാര്യങ്ങളും ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും അവിടെ ഒരു തവണയെങ്കിലും പോയി വിസിറ്റ് ചെയ്യണം കേട്ടോ. അത്രത്തോളം അടിപൊളി, പിള്ളേരൊക്കെ ഹാപ്പി ആവും, അത്ര അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേയൊക്കെ കാര്യങ്ങൾ വരാനുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ടൈമിൽ പോകുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാം ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അധികം സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കാനോ എടുക്കാനോ ഒന്നുമില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ട് എല്ലാം നമ്മൾ തിരിച്ചിറങ്ങിയത് കേട്ടോ. കണ്ടോ കുറേയൊക്കെ ഷോപ്സൊക്കെ നമുക്ക് ഇങ്ങനെ എനിക്ക് തോന്നുന്നു വന്നിട്ടില്ല, കാലിയായിട്ടിരിക്കുകയാണ്. പിന്നെ ആക്ടിവിറ്റീസ് കുറേ ഇതുണ്ട് കേട്ടോ, പിള്ളേർക്കൊക്കെ പോകാൻ പറ്റിയതും കയറാൻ പറ്റിയതൊക്കെ ഒത്തിരി ഇതുണ്ട്. പോകുന്ന ടൈമിൽ എല്ലാവരും വൈകുന്നേരം പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.